വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പത്തനംതിട്ടയിൽ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. പത്തനംതിട്ട കുമ്പളത്താമണ്ണിൽ ഇറങ്ങിയ കടുവ കെണിയിൽ വീണു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഏതായാലും ആ നാടിന് വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നു ഈ കടുവ കെണിയിൽ വീണത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. നോക്കൂ, ആ കൂട്ടിൽ വീണിട്ടും അവന്റെ ശൗര്യം അടങ്ങുന്നില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. അത്രമാത്രം ശൗര്യത്തോടെ അത് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏത് വിധേനയും ചാടിപ്പോകാൻ ശ്രമിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഒരു നാടിന് ഇനി അവർക്ക് സമാധാനത്തോടെ ഉറങ്ങാമെന്നത് വലിയ കാര്യം തന്നെയാണ്. സുജു ടി ബാബു കൂടി എന്നോടൊപ്പം ചേരുകയാണ്. സുജു, നിരവധി വളർത്തുമൃഗങ്ങളെ അടക്കം പിടികൂടി ഒരു നാടിന്റെ ഉറക്കം നശിപ്പിച്ച, സമാധാനം കെടുത്തിയ കടുവയാണിപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും മനു, ഏറെക്കാലമായി പ്രദേശത്ത് ആശങ്ക വിതച്ച കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. പ്രദേശത്ത് വനമേഖലയോട് ചേർന്ന പ്രദേശം തന്നെയാണ് പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ. ഈ മേഖലയിൽ പല ദിവസങ്ങളിലായി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ കടുവയാണ്. അതിനായി തന്നെ കടുവയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഫലവത്താവുകയും ചെയ്തിരുന്നില്ല. തുടർന്ന് വലിയ ആശങ്ക പ്രദേശത്തുണ്ടായിരുന്നു. കടുവയുടെ ആക്രമണം തുടരുകയും എന്നാൽ കൂട്ടിൽ കടുവ ആ കെണിയിൽ അകപ്പെടുകയും ചെയ്യുന്നില്ലായിരുന്നു. ഇന്നലെ വീണ്ടും ഒരു ആട്ടിൻകുട്ടിയെ, വളർത്തുമൃഗത്തെ പിടികൂടുകയും ചെയ്തിരുന്നു വനംവകുപ്പ്. അതോടുകൂടി ആ ആട്ടിൻകുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങൾ തന്നെ ഈ കെണിയിൽ കൂട്ടിൽ വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുമായിരുന്നു. വനംവകുപ്പ് അപ്പോഴും ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ സാധ്യതയുണ്ട് കൂടുതൽ. സാധാരണ അങ്ങനെയാണ് ഇത് ഭക്ഷിക്കുന്ന ആ വളർത്തുമൃഗങ്ങളുടെ ആടാണെങ്കിൽ ആട്, മറ്റേതെങ്കിലും വളർത്തുമൃഗമാണെങ്കിൽ അതിന്റെ ശരീരഭാഗങ്ങൾ തന്നെ കൂട്ടിൽ വെച്ചുകൊണ്ട്, കാരണം ഇത് പിന്നെയും അത് തന്നെ ഭക്ഷിക്കാൻ എത്തുമെന്ന ഒരു അത്തരത്തിൽ രീതി ഈ കടുവയൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് വീണ്ടും എത്തുമെന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട് അവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ രാത്രി ഈ കൂട്ടിൽ ഇപ്പോൾ കടുവ വീണിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ഒരു ആശങ്കയ്ക്കാണ് ഒഴിവായിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കടുവയെ മറ്റൊരു സ്ഥലത്തേക്ക് തുടർന്ന് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറെ നാളുകളായി ഈ കടുവ അവിടെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ സുജു? കുറേ നാളുകളായി തന്നെ പല ആളുകളുടെയും വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം അത് ഭക്ഷിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമാണെങ്കിൽ പോലും നമുക്കറിയാം കടുവ എത്തുന്ന വലിയ ആശങ്കയാണ്. ആനയൊക്കെ സാധാരണ എത്തുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഇരട്ടി ആശങ്കയാണ്. നമുക്ക് വയനാടുണ്ടായ നിർഭാഗ്യപരമായ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് ഈ കടുവ ഇറങ്ങിയ ശേഷം പുലർച്ചെയൊന്നും തന്നെ വനമേഖലയാണ്, സാധാരണക്കാരാണ്, റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അങ്ങനെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ട്. പല ആളുകളും പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ജോലിക്കായി ഇറങ്ങേണ്ട ആളുകളുണ്ട്. ഇവർക്കൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പോകുവാൻ, സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഒരു വിശ്വാസത്തിലൂടെ പോകാനോ സാധിക്കാത്ത ഒരു ഘട്ടത്തിൽ കൂടെ ആ നാട് കടന്നു പോകുമ്പോഴാണ് ഇപ്പോൾ ഇത് കടുവയെ പിടികൂടാനായത് ആയിരിക്കുന്നത്. അത് വലിയ ആശ്വാസം തന്നെയാണ് ഈ വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിലെ നിവാസികൾക്ക് നൽകുന്നത്. ഇതിനെ എങ്ങോട്ടേക്കാണ് ഇനിയിപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? വനംവകുപ്പ് എന്തെങ്കിലും പറഞ്ഞോ ആ വിഷയത്തിൽ? മനു, അത്തരം ഒരു കാര്യത്തിൽ ഇപ്പം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായിട്ടില്ല. സാധാരണ ഈ ശബരിമല വനത്തിലെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉൾവനത്തിലേക്ക് ആണ് ഈ കടുവയെ തുറന്നു വിടുക. പക്ഷെ അതിന് മുമ്പ് ഇതിന്റെ ആരോഗ്യം വനംവകുപ്പിന്റെ ഭാഗത്തുള്ള വെറ്ററിനറി ഡോക്ടർ എത്തി ഇതിന്റെ ആരോഗ്യം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ചികിത്സ നൽകിയ ശേഷം മാത്രമേ ഉൾവനത്തിൽ തുറന്നു വിടുകയുള്ളൂ. എന്നാലും ആ കാര്യങ്ങളെല്ലാം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തേക്ക് വനംവകുപ്പ് എത്തുകയുള്ളൂ. ശരി, സുജു വിവരങ്ങൾ നൽകിയത്. കടുവയുടെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുക പ്രേക്ഷകരെ. ഇതാണ് ആ കടുവ, വടശ്ശേരിക്കരയിൽ കൂട്ടിലായ കടുവ. ഏതായാലും അതീവ ശൗര്യത്തോടെ ആ കൂട്ടിലും അവൻ ഗർജിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നാടിനാണ് വലിയ ആശ്വാസമായിരിക്കുന്നത്. കാരണം അത്രയും നാളുകളായി അവർക്ക് സമാധാനത്തോടെ പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. പുലർച്ചെ ജോലിക്ക് പോകേണ്ടവർ, റബ്ബർ വെട്ടാൻ പോകേണ്ടവർ, ആ ഭാഗമൊക്കെ റബ്ബറൊക്കെ ഒരുപാടുള്ളവരാണ്. അവർക്കൊന്നും സമാധാനത്തോടെ, ഭയത്തോടെ അല്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. ഏതായാലും ഇനി അവർക്ക് സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാം, സമാധാനത്തോടെ കിടന്നുറങ്ങാം. അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വനംവകുപ്പിന്റെ കൂട്ടിൽ കടുവ വീണിരിക്കുന്നു, അതിനെ മാറ്റിയിരിക്കുന്നു. ഇനി അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വനംവകുപ്പ് ആലോചിച്ച് തീരുമാനിക്കും. വിവരങ്ങളാണ് സുജു നമുക്ക് നൽകിയത്.